സോ അടുത്തതായി നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് 42ാം റാങ്ക് കരസ്ഥമാക്കിയ നിസ്മത്തിയാണ്. സോ നമുക്ക് ഇത്തയോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ് ഇത്ത. ഈ ഒരു അഭിമാന നിമിഷത്തിൽ ഇത്തക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മളോട്ട് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ റാങ്ക് കിട്ടിയത് തന്നെ. ഇത്ത ഏത് ബ്രാഞ്ചിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? എയ്സ് ഈ ഒരു വിജയം നേടുന്നതിന് വേണ്ടി എയ്സ് എത്രത്തോളം സഹായകരമായി? ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കൊറോണ കാരണം എയ്സിന്റെ ഓഫ്ലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷെ പിന്നെ അവിടെ തന്ന ബുക്ക്ലെറ്റ്സ് ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരുന്നു. കാരണം വളരെ ചെറിയ കട്ടി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ നല്ല എളുപ്പമായിരുന്നു. എയ്സിലെ ഓൺലൈൻ ക്ലാസ്സുകളുടെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. പക്ഷെ ഓഫ്ലൈൻ ക്ലാസ്സിന്റെ അത്ര മെച്ചം എന്തായാലും ഓൺലൈൻ ക്ലാസ്സിനില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു വിജയം നേടി നിൽക്കുന്ന സമയത്ത് ഇതുപോലെ പരിശീലിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവരോട് എന്താണ് ഇത്താക്ക് പറയാനുള്ളത്? കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ എന്തായാലും ഇങ്ങനെയൊരു റാങ്ക് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ തന്നെ എൻ്റെ കുട്ടികളെ പിന്നെ ഹസ്ബൻഡിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഒരു 2 മാസക്കാലം ഇതിനു വേണ്ടിയിട്ട് മാത്രം എഫേർട്ട് എടുത്ത് കുറേ കഷ്ടപ്പെട്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് അങ്ങനെ പഠിച്ചിട്ടാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു റാങ്ക് കിട്ടിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് കഷ്ടപ്പെടാതെ ഒരിക്കലും ഇങ്ങനെ ഒരു ലിസ്റ്റിൽ കയറി പറ്റാനോ അല്ലെങ്കിൽ ഒരു റാങ്ക് കരസ്ഥമാക്കാനോ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ കഷ്ടപ്പെട്ട് നേടിയെടുത്ത റാങ്കിന്റെ കഥയാണ് ഇപ്പോൾ ഇത്ത നമ്മളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. താങ്ക് യു.